കേരളം കാത്തിരുന്ന മഹാസംഗീത പുരസ്കാര രാവിലെ അല്പസമയത്തിനകം തുടക്കമാകും. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ 4 മണിക്ക് കാണികൾക്കായുള്ള എൻട്രി ഗേറ്റ് തുറക്കും. സിദ് ശ്രീറാം മികച്ച ഗായകനും വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികക്കുമുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. നിഖിൽ പ്രമേഷ് ഉണ്ട് അവിടെ എന്ന നിഖിൽ, ഇനി അല്പസമയത്തിനകം കാണികൾ അങ്ങോട്ടേക്ക് ഇരച്ചെത്തും. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമല്ലേ? സംഭവം പൊളിയല്ലേ, സെറ്റല്ലേ? പിന്നെ തീർച്ചയായും കേരളം കണ്ട ഏറ്റവും വലിയ സംഗീത പുരസ്കാര രാവിന് സാക്ഷ്യം വഹിക്കാൻ ഇനി മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് സുഹൈലുള്ളത്. ഇപ്പോൾ തന്നെ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. 4 മണി മുതലായിരിക്കും പ്രവേശനം എന്നാണ് അറിയിച്ചിരുന്നത്. അതൊരു അല്പം കൂടി നീളും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സജ്ജീകരണങ്ങളൊക്കെ അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്തായാലും ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയൊരു സംഗീത രാവിനാണ് ഇന്ന് കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്റർ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഫ്ലവേഴ്സിന്റെയും 24ന്റെയും ഓഫീസിൽ കഴിഞ്ഞ 2 ദിവസമായി ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ആളുകൾ അത് അസംഖ്യമാണ്. ഓൺലൈനിലൂടെ ഒരുപാടധികം ആളുകൾ ടിക്കറ്റുകൾ കരസ്ഥമാക്കി. ചേച്ചിമാരൊക്കെ എവിടുന്നാ വരുന്നത്? വളരെ നേരത്തെ തന്നെ എത്തി. ഇപ്പൊ ഒരുപാട് താരങ്ങളുണ്ടല്ലോ. സിദ് ശ്രീറാം ഉണ്ട്, സിത്താരയുണ്ട്, എം ജയചന്ദ്രൻ ഉണ്ട്. ആരെ കാണാനാണ് ഏറ്റവും കൂടുതൽ ഒരു കൗതുകം ഉള്ളത്? എല്ലാരെയും കാണാൻ ഇഷ്ടമാണ്. പിന്നെ സിത്തുമണീനെ കുറച്ചുകൂടി ഇഷ്ടമാണ്. സിത്തുമണിയും ബാൻഡും ഒക്കെ ഉണ്ട്. മൊത്തം കണ്ടിട്ടല്ലേ പോവുള്ളൂ? നിങ്ങളാണോ ആദ്യം? ഞങ്ങളല്ല, കുറച്ചുപേരോട് ഇരിക്കണ്ടല്ലോ. അല്പസമയം കൂടെ കഴിയുമ്പോൾ ഉള്ളിലേക്ക് കയറ്റിവിടും. അപ്പോൾ ഉഷാറാക്കുക ചേച്ചി. അപ്പോൾ അതാ ഒരുപാടധികം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരോടായി പറയാനുള്ളത്, നമ്മുടെ ഓഫീസുകൾ വഴിയുള്ള ടിക്കറ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ ആദ്യം ടിക്കറ്റുള്ള ആളുകളെ പ്രവേശിപ്പിക്കും. അതിനുശേഷം മുഴുവൻ പേരെയും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏതാണ്ട് 10,000-ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കേന്ദ്രമാണ് കാലിക്കറ്റ് ട്രേഡ് സെന്റർ എന്ന് നമുക്കറിയാം. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് വേണമെങ്കിൽ ആ സൗണ്ട് ചെക്കിന്റെ പരിസരത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഹരിശങ്കർ അടക്കമുള്ളവർ സൗണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ ഈ പുരസ്കാരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സുഹൈലെ, ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ, ഇത്തവണത്തെ ഏറ്റവും ഹിറ്റായ പാട്ടുകൾ അതൊക്കെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിദ് ശ്രീറാം എത്രയോ കാലത്തിന് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. സിദ്ദിന്റെ പാട്ട് നരിവേട്ട ഇത്തവണ ഈ ഘട്ടത്തിൽ കേരളം ആഘോഷമാക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് എഴുതിയ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്, അദ്ദേഹത്തിനാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നമ്മൾ നൽകുന്നത്. സൗണ്ട് ചെക്ക് ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഈ പ്രേക്ഷകർ അണിനിരക്കാൻ പോകുന്ന ആയിരക്കണക്കിന് കസേരകൾ ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു. മറ്റെല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ വേദിയിലേക്ക് എത്താൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. എം ജയചന്ദ്രനുണ്ട്, സിനിമാ താരങ്ങളായ ഷെയ്ൻ നിഗമുണ്ട്, അതോടൊപ്പം തന്നെ സമീപകാലത്ത് ഏറ്റവും ഹിറ്റായ ഡയലോഗ് എഡ ബെൻസ് എന്നുള്ള ഡയലോഗിലൂടെ പ്രേക്ഷക മനസ്സുകളിലേക്ക് കടന്നുകൂടിയ ജോർജ് സാർ എന്ന പ്രകാശ് വർമ്മ അദ്ദേഹം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈക്കം വിജയലക്ഷ്മി ഉണ്ട്. അങ്ങനെ മലയാളക്കര കാത്തിരിക്കുന്ന, സംഗീതപ്രേമികൾ കാത്തിരിക്കുന്ന ഒരു ഉത്സവരാവ് തന്നെയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. ഒരു വർണ്ണാഭമായിട്ടുള്ള വേദി തന്നെയാണ് ഫ്ലവേഴ്സ് ഈ മ്യൂസിക് അവാർഡ്സിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഒരു പക്ഷേ സമീപകാലത്തൊന്നും മലയാളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു സംഗീത രാവിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മുടെ ടീമെല്ലാം തന്നെ, ഫ്ലവേഴ്സിന്റെയും 24ന്റെയും ടീമെല്ലാം തന്നെ വളരെയധികം സജ്ജരായി കഴിഞ്ഞു. അവർ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിലായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം ഈ എൻട്രി ഗേറ്റുകൾ തുറക്കും. എൻട്രി ഗേറ്റുകൾ തുറന്നാൽ പിന്നെ പാട്ടിന്റെ ഒരു പ്രവാഹമാണ്, അണമുറയാത്ത പ്രവാഹം പോലെ.